ഇവിടെ ഒരു തറവാട് വീടുണ്ടായിരുന്നു. ആ തറവാട് വീടിനെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലേക്കുള്ളൊരു പുതിയ വീട്, ഒരു അച്ചായൻ തറവാട് വീട് പോലെ ഫീൽ ചെയ്യണം. ആ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ആൻസസ്ട്രൽ വീടിൻ്റെ ആ ഒരു ഫീൽ അതുപോലെ തന്നെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. ക്ലയൻറ്റിൻ്റെ തുടക്കം തൊട്ടുള്ള ആവശ്യം സിംഗിൾ സ്റ്റോറി ആവണം, കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആവണം, ബട്ട് ബെഡ്റൂംസിന് റിക്വയർഡ് ആയുള്ള പ്രൈവസീസ് വേണം എന്നുള്ളൊരു കോൺസെപ്റ്റിലാണ് വീടിൻ്റെ ഡിസൈനിങ് വന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ വീടിനെ വിളിക്കുന്നത് ഹൗസ് ഓഫ് കോറിഡോർസ് എന്നുള്ളതാണ്. ഞങ്ങൾ ആദ്യം വന്ന സമയത്ത് ഒരു പഴയ വീടുണ്ടായിരുന്നു, ഒരു തറവാട് വീടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഓർമ്മകൾ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം എന്നുള്ളതായി തന്നെ നമ്മൾ പ്ലാൻ ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ ഡിമോളിഷ് ചെയ്ത സമയത്ത് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്ന എല്ലാ പ്രൊഡക്ട്സും നമ്മളിവിടെ സ്റ്റോർ ചെയ്തിരുന്നു, ഇൻക്ലൂഡിങ് വുഡ്, റൂഫ് ടൈൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മളിവിടെ സ്റ്റോർ ചെയ്തിരുന്നു. അതെല്ലാം നമ്മൾ പുതിയ വീട്ടിലും യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ റൂഫിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്ന ഓടും നമ്മൾ പഴയ വീട്ടിൽ നിന്നെടുത്ത റൂഫ് ടൈൽസ് തന്നെയാണ് ഇവിടെ യൂസ് ചെയ്തത്. ഈവൻ അത് ജസ്റ്റ് വാഷ് ചെയ്തു, അതുപോലെ തന്നെ യൂസ് ചെയ്തു. അത് നമുക്ക് ആ ഒരു പഴയ വൈബ് ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ട്രഡീഷണൽ വീടിൻ്റെ ആ ഒരു മെമ്മറീസ് ക്രിയേറ്റ് ചെയ്യാനൊക്കെ അത് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. സിംഗിൾ സ്റ്റോറി ആകുമ്പോൾ എല്ലാ ബെഡ്റൂംസും കൂടി ഒരു വലിയ ഹാളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു ഇഷ്യൂ അതാണ് പണ്ടത്തെ വീടുകളിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീട് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു 4 ബ്ലോക്സ് ആയിട്ടാണ്. ഒരു മെയിൻ ബ്ലോക്ക്, ദെൻ അതിൽ നിന്ന് കണക്ട് ചെയ്ത് നിൽക്കുന്ന മറ്റു 3 ബ്ലോക്കുകൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കോറിഡോഴ്സാണ് ഈ വീടിൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു ഫാക്ടർ. കാരണം ആ കോറിഡോഴ്സ് ത്രൂ ആണ് ഈ വീട്ടിലേക്കുള്ള ആവശ്യമുള്ള ലൈറ്റ്സ് വരുന്നത്, ആ കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്, അഥവാ ആ പ്രൈവസി ക്രിയേറ്റ് ചെയ്യുന്നത്. ദെൻ ആ കോറിഡോഴ്സ് ആയിരുന്നു ഇതിൻ്റെ ഏറ്റവും നല്ലൊരു ഡിസൈൻ എലമെൻ്റായി ഞങ്ങൾക്ക് വർക്ക് ചെയ്യാനുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഓപ്പൺ ആക്കി തന്നതും ആ കോറിഡോഴ്സ് എന്നുള്ള കോൺസെപ്റ്റ് ആയിരുന്നു. നമ്മളെ കോമൺ ലിവിങ് ഏരിയയിൽ നിന്ന് 3 വരാന്താസാണ് വരുന്നത് കോമൺ ബ്ലോക്കിൽ നിന്ന്. അതിൽ നിന്ന് ഫസ്റ്റ് കോറിഡോർ പോകുന്നത് നമ്മളെ എക്സിസ്റ്റിംഗ് ബ്ലോക്ക് ആയിരുന്ന സ്പേസിനെ, നമ്മൾ ഔട്ട് ഹൗസിനെ നമ്മൾ മാസ്റ്റർ ബെഡ്റൂമായിട്ട് കൺവേർട്ട് ചെയ്തിരുന്നു. സിറ്റൗട്ടിൽ നമ്മുടെ ഡയറക്റ്റ് ആക്സസ് ചെയ്യുന്നത് നമ്മളെ കോമൺ ഏരിയാസിലേക്കാണ്. നമ്മളെ ഫാമിലി ലിവിങ്, ഡൈനിങ്, കിച്ചൺ ഉൾപ്പെടെയുള്ള നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന സ്പേസസ് എല്ലാം ഈ ഫസ്റ്റ് ബ്ലോക്കിലാണ്, അഥവാ മെയിൻ ബ്ലോക്കിലാണ് വരുന്നത്. ഒരു മിഡ് സെഞ്ച്വറി കോൺസെപ്റ്റിലുള്ള ഫേർണിച്ചേഴ്സാണ്, കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആണ്. നമ്മുടെ ടീം തന്നെയാണ് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. കംപ്ലീറ്റ്ലി കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരു മിഡ് സെഞ്ച്വറി കോൺസെപ്റ്റിലുള്ള, എന്നാൽ നമ്മളെ കേരള ട്രഡീഷൻസിൻ്റെയും കൂടി ചില എലമെൻറ്റ്സ് കയറി വരുന്ന രീതിയിലുള്ള ഫേർണിച്ചേഴ്സാണ് കംപ്ലീറ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതിനൊരു സെൻറ്റർ സ്പേസ് ഉണ്ട്. ആ സെൻറ്റർ സ്പേസ് കണക്ട് ചെയ്ത് നിൽക്കുന്ന കുറേ കോറിഡോഴ്സാണ് ഈ വീടിൻ്റെ ബെഡ്റൂംസ് കണക്ട് ചെയ്യുന്നത്. 3 ബെഡ്റൂംസിന്നും കോമൺ ലിവിങ് ഏരിയാസിനും എപ്പോഴും ഫ്രഷ് ആയിട്ടുള്ള ഒരു വ്യൂ ക്രിയേറ്റ് ചെയ്യാനും ആ ഒരു ഗ്രീനറിയുടെ ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യാനൊക്കെ സെൻറ്റർ കോർട്ടിയായിട്ട് സഹായിക്കുന്നുണ്ട്. ഈ സെൻട്രൽ കോർട്ടിൻ്റെ പർപ്പസ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കോമൺ ഏരിയനെ, അഥവാ ലിവിങ് സ്പേസസിനെ ബെഡ്റൂം സ്പേസസിന് സെപ്പറേറ്റ് ചെയ്യുക, ബെഡ്റൂം സ്പേസസിന് ഒരു പ്രൈവസി ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സിംഗിൾ സ്റ്റോറി ബിൽഡിംഗ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും നമുക്കുണ്ടാകുന്ന വലിയൊരു ബുദ്ധിമുട്ട് ഇതിൻ്റെ ലൈറ്റിംഗ് എങ്ങനെ അല്ലെങ്കിൽ വെന്റിലേഷൻ എങ്ങനെ അറേഞ്ച് ചെയ്യുക എന്നുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യാനും കൂടിയാണ് നമ്മൾ സെൻട്രൽ കോർട്ടിയായിട്ട് പ്രൊവൈഡ് ചെയ്തത്. ദെൻ സെൻട്രൽ കോർട്ടിയോട് കണക്ട് ചെയ്ത് തന്നെ ഒരു പൂൾ ഏരിയ, ഒരു സ്വിമ്മിംഗ് പൂൾ ഏരിയയും വരുന്നുണ്ട്. സ്വിമ്മിംഗ് പൂളിലേക്കുള്ള ആക്സസും ഈ കോമൺ ഏരിയാസിനും ബെഡ്റൂംസും നമുക്ക് ആക്സസ് പോസിബിൾ ആണ്.
ഒരുപാട് ഡിസൈൻ നിറച്ച് ചെയ്തിട്ടുള്ളൊരു വീടല്ല. ആവശ്യത്തിനുള്ള ഫേർണിച്ചേഴ്സ്, ദെൻ ആ സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നൊരു ഭംഗി, അതുമാത്രമാണ് ഈ വീടിൻ്റെ ടോട്ടൽ ഡിസൈൻ കോൺസെപ്റ്റിലുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നാച്ചുറൽ ലൈറ്റിനെയും അതുപോലെ നാച്ചുറൽ പ്ലാന്റ്സിനെയും ഡിസൈനിൻ്റെ പാർട്ടായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റായിരുന്നു അത്. അതിൻ്റെ ഒരു സുഖമുണ്ട് എപ്പോഴും നമുക്ക് ഈ പ്രൊജക്റ്റിലേക്ക് വീണ്ടും വരാൻ.